യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ അതേ കടന്നുപോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സന്ദേശവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് സൊദോം ഗൊമോറയിലെ പാപത്തിനെതിരെ ദൈവത്തിൻ്റെ തീക്ഷ്ണമായ നിലപാട്, അതേ ദൈവം ആ സൊദോം ഗൊമോറയെ നശിപ്പിക്കാൻ പോകുന്നു. ആ ഒരു നാശത്തിൽ നിന്നും ദൈവം ലോത്തിനെയും കുടുംബത്തെയും വിടുവിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ട വേദവാക്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതായ ആത്മീക മർമ്മങ്ങളെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിലെ നമ്മുടെ വചനധ്യാനത്തെങ്കിൽ നമ്മൾ ചിന്തിച്ചതായ കാര്യങ്ങൾ അത് ഓരോന്നും തീർച്ചയായിട്ടും അനേക ആത്മീക മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയാകുന്നതാണ്. നമ്മൾ തിരുവഴുത്തിൽ നിന്നും അങ്ങനെ തന്നെയാണ് ആത്മീയമായ മർമ്മങ്ങളെ നമ്മൾ ഗ്രഹിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ മർമ്മങ്ങൾ എന്ന് പറയുന്നത് തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്നതായ മർമ്മങ്ങളാണ്. തിരുവചനത്തിലെ ഓരോ വാക്യങ്ങളും അത് പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിൽ നിന്നും സ്വർഗരാജ്യത്തിൻ്റെ വിലയേറിയ മർമ്മങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. ചില ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ള ഒരു ലളിതമായ കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് പലരും ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ്റെ വചനത്തെയും നമ്മൾ വിശ്വസിക്കണം. അതായത് നമുക്ക് വെളിപ്പെട്ടതായ ദൈവവചനത്തിലൂടെ തന്നെയാണ് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നത്. ആ വചനം എന്താണ് പറയുന്നത് അത് നമ്മൾ ഗ്രഹിച്ചു വേണം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുവാൻ. നമ്മളിത് മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കിയതിൻ്റെ പുറകിൽ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. അതേ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞില്ലേ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, അതേപോലെ തന്നെ നിങ്ങൾ വെളിച്ചമാകുന്നു എന്നൊക്കെ കർത്താവ് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് പാപലോകമാണ്, പാപം ഈ ലോകത്തിൽ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവമക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ പാപലോകത്തിൻ്റെ മധ്യത്തിൽ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും ദേശത്തെ ഓർത്ത് മധ്യസ്ഥ അണയ്ക്കുന്നവരും അതെ ഈ ലോകത്തിലെ പാപങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നവർ ആകണം എന്നുള്ളത്. എന്നാൽ അപ്രകാരം സംഭവിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകം അതേ 18-19 ഈ അധ്യായങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് വ്യക്തികളെയാണ് കാണുന്നത്. ഒന്നാമതായിട്ട് അബ്രഹാമും അതേ തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയാണ് നമ്മൾ രണ്ടാമതായിട്ട് കാണുന്നത്. ഈ രണ്ടു പേരും എങ്ങനെയാണ് അവരെ ദൈവം ആക്കിയ സ്ഥാനത്ത് അവർ ആയിരുന്നത്? അബ്രഹാം ദൈവത്തോട് സംഭാഷിച്ചും ദൈവത്തിൽ നിന്നും അറിഞ്ഞ് ദൈവം പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കുന്നവൻ ആയപ്പോൾ ലോത്ത് അതിനെല്ലാം ധിക്കരിച്ച് തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പൊതുവെ ആളുകളോട് ചോദിച്ചാൽ അവരെല്ലാം ആഗ്രഹിക്കുന്നത് അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുവാനാണ്. ദൈവം പറയുന്ന പോലെ അല്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന വെളിപ്പാട് പോലെ ദൈവം അവരോട് പറയുന്ന ആലോചന പോലെ ജീവിക്കുവാൻ മനസ്സുള്ളവർ വളരെ കുറവാണ്. ഒരുപക്ഷെ ഒരു റിലീജിയസ് ആയിട്ട് മതപരമായിട്ട് നമ്മൾ പറയും, യെസ് ഞാൻ ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇങ്ങനെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, പല ആളുകളും എല്ലാവരും തന്നെ എങ്ങനെയാണ് അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? അവർ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാമിനോടുകൂടെ ഈ ലോത്ത് ജീവിക്കുമ്പോൾ, അവനോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ, അവനോടുകൂടെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവായി ജീവിക്കുമ്പോൾ ലോത്തിനെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് പോയിന്റ്സും വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ എപ്പോഴാണ് ലോത്ത് തനിക്ക് തോന്നിയതുപോലെ ഈ ലോകത്തിൻ്റെ ആ ഇഷ്ടങ്ങളിൽ, അതിൻ്റെ ഇമ്പങ്ങളിൽ, അതേ സൊദോമിൻ്റെ സൗന്ദര്യങ്ങളിൽ വീണുപോയവനായി അവൻ അബ്രഹാമിനെ വിട്ടുപോയോ? അല്ലെങ്കിൽ ദൈവത്തോടുള്ള ആ ഫെലോഷിപ്പിൽ നിന്നും അവൻ മാറിപ്പോയോ? ആ സമയം മുതൽ അതേ ലോത്തിൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, എപ്പോഴും ദൈവത്തെ അനുസരിക്കുന്നതാണ് ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ സേഫ്റ്റി ഏരിയ എന്ന് പറയുന്നത്.
അവൻ അവിടെ വളരെ സുരക്ഷിതമായിരിക്കും. അവനും അവൻ്റെ കുടുംബവും അവിടെ സുരക്ഷിതമായിരിക്കും. അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ഒന്നിനും കുറവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ നാശപട്ടണം, അതായത് ദൈവം നശിപ്പിക്കാൻ പോകുന്ന സോദോം പട്ടണത്തിൽ നിന്നും അവർ വിട്ട് ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ ദൂതന്മാർ അവരെ പ്രേരിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടും ഈ സോദോമിനെ വിടുവാൻ വളരെ മടിയുള്ളവനായ ലോത്തിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വിശ്വാസികൾ എന്നറിയപ്പെടുന്ന ആളുകളോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് മരണത്തെ ഭയമുണ്ടോ? പല ആളുകളും തങ്ങൾക്ക് മരണത്തെ ഭയമില്ല എന്ന് പറയുന്നത് തന്നെ ഒരു ഭീതിയോടുകൂടിയാണ്. ഈ മരണത്തെ ഭയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ലേ പലർക്കും ഉണ്ടാകുന്നത്? ഈ ലോകത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളുകൾക്ക് മരണത്തെ എപ്പോഴും ഭയമാണ്. എനിക്ക് ഈ സുഖസൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ ബന്ധുക്കളെയൊക്കെ ഞാൻ വിടേണ്ടി വരികയില്ലയോ? ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ എവിടെയായിരിക്കും എന്നുള്ള ഒരു വല്ലാത്ത ഫീലിംഗ് വളരെയധികം ആളുകളെ ബാധിക്കാറുണ്ട്. എന്നാൽ ദൈവം നമുക്ക് ഒരുക്കുന്നതായ ആ ദൈവിക നിത്യതയും അതേപോലെ തന്നെ ഈ ലോകത്തിൻ്റെ നൈമിഷികതയും മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും ഭയം കൂടാതെ തങ്ങളുടെ ജീവിതത്തെ നേരിടുവാൻ അവർക്ക് സാധിക്കും. ഈ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം തനിക്കിപ്പോൾ ഈ സോദോം വിടുവാനുള്ള ഭയവും മടിയും അലസതയും അതിനെല്ലാം കാരണം ദൈവം ഒരുക്കുന്നതായ നന്മകളെക്കുറിച്ച്, ആത്മീയ നന്മകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇല്ലായ്മ നിമിത്തമാണ്. അതുകൊണ്ട് തന്നെ അവൻ വളരെയധികം സാവധാനമാണ് കാര്യങ്ങളെ ക്രമീകരിക്കുന്നത്. ഈ സമയത്ത് നമുക്കറിയാം, ദൂതന്മാർ അവനെ ബന്ധപ്പെടുത്തി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചുവല്ലോ. അതേപോലെ തന്നെ വീണ്ടും ഈ ദൂതന്മാർ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് 19-ാം അധ്യായം അതിൻ്റെ 17 മുതൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്ത് നിൽക്കുകയുമരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം എന്ന് പറഞ്ഞു. വളരെ വ്യക്തതയുള്ള ഒരു ഉപദേശമാണ് ഇവിടെ ദൂതൻ കൊടുക്കുന്നത്. നോക്കൂ, എന്താണ് ദൂതൻ പറയുന്നത്? ജീവരക്ഷയ്ക്കായി ഓടിപ്പോക. എവിടെയാ? പട്ടണത്തിന് പുറത്തു കൊണ്ടുവന്ന ശേഷം. ഈ സംഭവം നടക്കുന്നത് ഒരു രാത്രിയിലാണ്. ഈ രാത്രിയിൽ പട്ടണത്തിൻ്റെ വെളിയിലേക്ക് ഈ ലോത്തിനെയും കുടുംബത്തെയും ദൂതന്മാർ, ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ആ ദൂതന്മാർ തങ്ങളുടെ 4 കൈകളും ഉപയോഗിച്ചുകൊണ്ട് ആ കുടുംബത്തിലെ 4 പേരുടെയും കൈക്ക് പിടിച്ച് അവരെ പട്ടണത്തിന് വെളിയിലേക്ക് കൊണ്ടുവരിക. ഇതെല്ലാം നമ്മെ കാണിക്കുന്നതായ ചില ആത്മീകമായ യാഥാർത്ഥ്യങ്ങളുണ്ട്. രക്ഷ വ്യക്തിപരമാണ്. ലോത്തിന് ഒരിക്കലും ലോത്തിൻ്റെ ഭാര്യയെ വിടുവിക്കാൻ കഴിയത്തില്ല. ലോത്തിന് ഒരിക്കലും തൻ്റെ പെൺമക്കളെയും വിടുവിപ്പാൻ കഴിയത്തില്ല. ലോത്തിൻ്റെ ഭാര്യയ്ക്കും അതേപോലെ തന്നെ. ഓരോരുത്തർക്കും അങ്ങനെ തന്നെ. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, എനിക്ക് എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളത്. പക്ഷേ രക്ഷ വ്യക്തിപരമാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും കൈക്ക് പിടിച്ചല്ലാതെ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവം നമ്മുടെ കൈക്ക് പിടിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിനടുക്കൽ നിൽക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അവനുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ വ്യക്തിപരമായ രക്ഷ നമുക്ക് അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരോടൊക്കെ ഞാൻ പറയട്ടെ, വ്യക്തിപരമായി ദൈവത്തോടുള്ള റിലേഷൻഷിപ്പിൽ, ബന്ധത്തിൽ നമ്മൾ ആയിരുന്നെങ്കിൽ മാത്രമേ വ്യക്തിപരമായ രക്ഷയും നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഈ ദൂതന്മാർ ആ രാത്രിയിൽ ഇവരെ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി ആക്കിയിട്ട് പറയുന്നു, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക. നടന്നു പോകാനല്ല പറയുന്നത്, ഓടിപ്പോക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇനിയും നിങ്ങൾ ഒരു നിമിഷം പോലും മടിയും അലസതയും കാണിക്കരുത്. ഇവിടെ നിന്ന് വിട്ടുപോകുവാനുള്ള സമയം ഏറ്റവും അതിക്രമിച്ചിരിക്കുന്നു. നോക്കുക, എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ദൂതന്മാർ ഈ ലോത്തിനോടും കുടുംബത്തോടും സംസാരിക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്. അപ്പോസ്തലന്മാർ മുതൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അവർ പറയുന്നതായ കാര്യം, കർത്താവിൻ്റെ വരവ് വളരെ ഏറെ സമീപമായി തീർന്നു. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇപ്പോഴോ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ അന്ത്യകാലം ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധമാക്കിയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാറുണ്ട്, ഇന്ന് 2026 ഇതുവരെയും ആ അന്ത്യനാഴികയിലേക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിലേക്ക് ഈ ലോകം വന്നിട്ടില്ലല്ലോ. അത് പറയുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ദയയാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കാരണം എല്ലാവരും മാനസാന്തരപ്പെട്ട്
അതേ ദൈവമക്കളായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവർ നാശത്തിൽ നിന്നും അതേ പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടത്രേ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിന് താമസം വരുന്നത്. യേശുക്രിസ്തുവിൻ്റെ വരവിന് താമസമുണ്ട് എങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അന്ത്യകാലമാകുന്നു എന്നുള്ള ആ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതേ പൗലോസ് എഴുതുമ്പോഴും പത്രോസ് എഴുതുമ്പോഴും അതേ ആ അന്ത്യകാലത്തെക്കുറിച്ചുള്ള സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അന്ത്യകാലം തീർന്നു എന്നുള്ളതല്ല, ആ പീരീഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഈ ലോത്തിനും കുടുംബത്തിനും വേണ്ടി അതേ ഈ ദൂതന്മാർ വന്നതുപോലെ നമ്മളെ ഒരുക്കുവാനും നമ്മെ സഹായിപ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മളോടുകൂടെയുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാർ പറയുന്നതായ വചനങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് അതിനെ അനുസരിപ്പാൻ നാം തയ്യാറാണെങ്കിൽ അതെ ലോത്തിനെ പോലെ തന്നെ നാമും ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുന്നതായ ഒരു നിലവാരത്തിലായിരിക്കണം ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ലോകത്തോട് അടുത്തുള്ള ഒരു ജീവിതത്തിലേക്കല്ല നമ്മൾ കടന്നു വരേണ്ടത്. ഇന്നത്തേക്കാൾ കൂടുതൽ ലോകത്തെ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടല്ല നമ്മളാകേണ്ടത്. എത്ര സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചാലും, എത്രത്തോളം നമ്മുടെ സാമ്പത്തിക സ്ഥിതികളൊക്കെ കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടാലും നെവർ നെവർ ലവ് ദിസ് വേൾഡ്, ഈ ലോകത്തെയും അതിൻ്റെ പാപത്തെയും നീ സ്നേഹിക്കരുത്. മറിച്ച് ഓടിപ്പോകുന്നവനായിരിക്കണം. എങ്ങോട്ട് ഓടിപ്പോകുന്നവനായിരിക്കണം? അത് രക്ഷയ്ക്കായി പർവ്വതത്തിലേക്ക് ഓടിപ്പോകുവാൻ ദൂതന്മാർ പറയുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുന്ന ആ രീതിയിൽ ആത്മീയമായിട്ടുള്ള സമീപനത്തോടുകൂടെ, ആത്മീയമായിട്ടുള്ള ആ ഒരു ലക്ഷണങ്ങളോടുകൂടെ പ്രാർത്ഥനയും ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയും അതേ ആത്മീയമായ കൂട്ടായ്മകൾക്ക് പ്രാധാന്യം കൊടുത്തും ദൈവവചനം അനുസരിപ്പാനുള്ള ആ തീഷ്ണത നമ്മുടെ ജീവിതത്തിലും പ്രകടമാക്കുന്നവരായി നമുക്ക് ഓടിപ്പോകുവാൻ കഴിയുമാറാകട്ടെ. ഒരു കാര്യം സ്പഷ്ടമാണ്, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുന്നവരെ കണ്ടാൽ അറിയാം. അല്ലാതെ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാതെ ഈ സോതോമിൽ തന്നെ നിന്ന് അതിനെ ആസ്വദിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ സോതോമിനോടുകൂടെ നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകുമെന്നുള്ള വലിയ ഒരു ദൂതും ഈ ഭാഗത്തുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒന്ന് പരിശോധിച്ചേ, നിങ്ങൾ രക്ഷയ്ക്കായി ഓടിപ്പോകുന്നവരുടെ കൂട്ടത്തിലാണോ? അതോ നാശത്തിനായി സോതോമിനെ അല്ലെങ്കിൽ ഈ ലോകത്തെ അതിൻ്റെ പാപത്തെ സ്നേഹിക്കുന്നവരോ അതിനോട് ഒത്തുതീർപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നവരോ ആണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കണം. കർത്താവേ, നിൻ്റെ വചനം അനുസരിപ്പാനും നീ പറയുന്ന പോലെ കേൾക്കുവാനുള്ള ആ ഒരു ഹൃദയം എനിക്ക് തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, ഇത് അന്ത്യനാളാണെന്നും ലോത്തിനും കുടുംബത്തിനും സംഭവിച്ചതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ സോതോമിനും ഗോമോറയ്ക്കും അതിലെ ജനങ്ങൾക്കും വന്നതുപോലെയുള്ള നാശങ്ങൾ അതിൽ പെട്ടുപോകാതെ, ആ അകൃത്യത്തിൽ ഞങ്ങൾ നശിച്ചു പോകാതെ ഇരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം ഞങ്ങളോട് പറയുന്ന പോലെ ജീവിച്ച് ദൈവത്തെ അനുസരിച്ച് അതേ ലോത്തും കുടുംബവും രക്ഷപ്പെട്ടതുപോലെ ഞങ്ങളും രക്ഷപ്പെടുവാൻ തക്കവണ്ണം അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങൾക്ക് ലോത്തിനെ പോലെ തന്നെ സാവധാനത വരാറുണ്ട്, മടി വരാറുണ്ട്, അലസത വരാറുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വിടുവിക്കുന്നതായ ഒരു സന്ദേശം ഇത് ഞങ്ങൾക്ക് കേൾപ്പാൻ തക്കവണ്ണം ഇടയാക്കിയതിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.